പയ്യ വെക്കാം. ഇല്ല, നല്ല സുഖമാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ കണ്ണീശ്വറില്ലാത്ത ഇടി കേട്ടോ. എന്നെ ഇടിയാടോ അമ്മ ഇടിച്ചത്. ഇച്ചിരി വേണം വെച്ചേ. എടാ നമുക്കുള്ള വള്ളി ഇല്ലാഞ്ഞിട്ടാണോ നീ വല്ലോന്റെ വള്ളി പോയി പിടിക്കും? ഞാൻ ഒറ്റക്കാണ് പിടിക്കാൻ പോയത്. അതാ പറഞ്ഞ ഒഴിഞ്ഞു മാറാൻ പഠിക്കണം. പിന്നെ എന്തിനാ കളരിക്ക് പോന്നെ? ആദ്യം പഠിക്കേണ്ടത് ഒഴിഞ്ഞു. മതി മതി മതി. ഞാൻ തിരിക്കോളാം. എന്നാൽ ഇപ്പോഴത്തെ ഇടി എന്നൊക്കെ പറഞ്ഞാൽ ജെൻസി ഇടി കേട്ടോ. അതെടാ, എല്ലാവരും നമുക്ക് ഒരുമിച്ച് കുറ്റപ്പെടുത്താൻ പറ്റൂലില്ല. അയ്യോ ബേബി, എന്താ പറ്റി മൂവി? ബേബി ആരെ അടിച്ചേ? ആരാന്നറിയത്തില്ല, നല്ല ഇടി. വേദനിച്ചോ? ബേബി എന്റെ കണ്ണൊന്ന് തെറ്റിയ ബേബി എന്തൊക്കെയാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്താ ഉണ്ടാവി ചേട്ടാ? പറയാം. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു വന്നപ്പോ ഒരു കാര്യമില്ല. ഒറ്റയടി ഇതിന് ഫസ്റ്റ് അടി അകലിന് പൊട്ടി. അപ്പം തന്നെ ഞാൻ ഓടി. അയ്യോ ആ കുഴിപ്പുറത്ത് ഭ്രാന്താണ്. ദൂരടിയായിരുന്നു, മൊത്തം എയറിലായിരുന്നു. ജസ്റ്റ് മിസ് എൻ്റെ അമ്മോ. ബേബി ഇത്രയൊക്കെ ഉണ്ടായില്ലേ, എന്തായാലും ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് അവരെ പോയിടിക്കാം ബേബി. ഞാൻ ഒറ്റയ്ക്കാ? അല്ല, അഭിചേട്ടൻ ഉണ്ടാവും. എന്തേ ബേബി, ഇതൊക്കെ ബേബിനെ കൊണ്ട് പറ്റത്തുള്ളൂ. ബേബി എന്തായാലും ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ചെല്ലേ. എന്തേലും പറ്റിയായിരുന്നോ? സുമേരടാ, എടാ കുഴപ്പമൊന്നുമില്ല. കുറച്ച് വേദനയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. സാർ ഞാൻ പറഞ്ഞാലോ സാർ, അവന്മാർ ഭയങ്കര വയലൻസാ സാർ. എടാ, ഇത്രയും വയലൻസ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലല്ലോ. നിങ്ങൾക്ക് അവന്മാര് പറയുന്നത് കേട്ട് തുള്ളിട്ടായി പ്രശ്നമല്ല. ആദ്യമേ പറഞ്ഞ പോട്ടെ. ചേട്ടന് അവന്മാരെ പറ്റി അറിയാഞ്ഞിട്ട് കേട്ടാ. അവന്മാര് ഞങ്ങളുടെ കോളേജിലെ സീനിയേഴ്സാ. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നീടാണ്. പഞ്ചിങ് ബാഗ് പോലെ നിക്കറാ. മതിയടാ. പഞ്ചിങ് ബാഗ് പോലെ നിക്കറാ. റാഗിയുടെ പേരിൽ എന്തൊക്കെയാണ് അമ്മമാര് കാണിച്ചു കൂട്ടണേ? എടാ, പിന്നെ നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടൂടെ? പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പോലീസിലും കോളേജിലും ഒക്കെ കംപ്ലൈന്റ് ചെയ്തത്. അമ്മമാരുടെ ഫാമിലി ബേസ് ചെയ്ത് അമ്മമാർക്ക് നല്ല ഹോൾഡാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നതല്ലാതെ വേറെ ഒന്നും. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ ശരിയാവുന്നത്? സാർ ഒരു 2 മാസത്തിന് അമ്മയുടെ തൊല്ലയില്ല സാർ. നമ്മുടെ എക്സാം ഇന്നാണ് ലാസ്റ്റ് എക്സാം. ഇപ്പൊ 2 മാസത്തേക്കൊരു എന്താണ് ഒരു വഴി? എന്താണേലും 2 മാസം ഗ്യാപ്പ് ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ ഈ ഷോക്ക് അടിച്ച് ഡള്ളടിച്ചിരിക്കുന്നൊന്നും സെറ്റപ്പ് ഇല്ല. നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റിയെടുക്കണം അല്ലേ? അതിന് ചില ഐഡിയ. ഇതാടാ മക്കളെ, ലുബൈന കളരി. കളരിയല്ലടാ, കളരി. 2 മാസം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? നമുക്ക് പൊളിക്കാം.
മുടിയില്ല സാർ. എടാ നീ സാറിനൊന്ന് വിളിക്കാണ്ടിരിക്കാവോ? യെസ് സാർ. ശ്ശേ, എടാ ഓക്കെ സാർ. നീ വന്നേ. എടാ വാ.